മിഡ്നൈറ്റ് പ്രയർ ഈസ് വെരി പവർഫുൾ. ആ മിഡ്നൈറ്റ് പ്രയറിൽ അവരൊരു സാധനം തുറന്നു. അർദ്ധരാത്രിയിലെ പാട്ടിനകത്ത്, അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ചിലത് ദൈവം തുറക്കുന്നുണ്ട്. ആ തുറക്കപ്പെട്ടത് മണിക്കൂറുകൾക്കകത്ത് എപ്പോഴാണോ അത് നിന്റെ മേളിൽ വെളിപ്പെട്ടു വരേണ്ടത്, ആ നിമിഷം ഇളക്കി മറിച്ചോണ്ട് ദൈവത്തിന്റെ കരത്താൽ അത് സാധ്യമായി. കല്ലറയിൽ അടക്കിയവൻ, ചെങ്ങല കൊണ്ട് കല്ലറ സീൽ ചെയ്തവൻ, റോമൻ പട്ടാളക്കാരെ കാവൽ നിർത്തിയ സാഹചര്യത്തിൽ ശിഷ്യന്മാര് പോലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും പ്രസംഗം കേട്ടവർ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യത്തെ, ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യത്തെ ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ കാരാഗൃഹത്തിൽ കിടന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു. കൈയും കാലും ചങ്ങലയിലാണ്, കാല് ആമത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തി 16:25-26 വാക്യങ്ങൾ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പൗലോസും ശീലാസും പാടി സ്തുതിച്ചത് കാരാഗ്രഹത്തിന്റെ കതക് തുറക്കാനാണോ? പൗലോസും ശീലാസും പാടി സ്തുതിച്ചത് ചങ്ങല അഴിയാനാണോ? ഒരിക്കലുമല്ല. അത് അവരുടെ എല്ലാ ദിവസവും ഉള്ള ഡേ ടു ഡേ ലൈഫിൽ ഒരു കാര്യമാണ്. ആ അർദ്ധരാത്രിയിലും and at midnight, the midnight prayer is very powerful. The Bible says, and suddenly there was a great earthquake. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തത്, ചിന്തിക്കാത്തത്, വിചാരിക്കാത്തത്, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നു. ഇത് പൗലോസ് പ്രതീക്ഷിച്ചതാണോ? പക്ഷേ ആ മിഡ്നൈറ്റ് പ്രയറിൽ അവരൊരു സാധനം തുറന്നു. അർദ്ധരാത്രിയിലെ പാട്ടിനകത്ത്, അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ചിലത് ദൈവം തുറക്കുന്നുണ്ട്. എന്നാൽ ആ തുറക്കപ്പെട്ടത് മണിക്കൂറുകൾക്കകത്ത് എപ്പോഴാണോ അത് നിന്റെ മേളിൽ വെളിപ്പെട്ടു വരേണ്ടത്, ആ നിമിഷം ഇളക്കി മറിച്ചോണ്ട് ദൈവത്തിന്റെ കരത്താൽ അത് സാധ്യമായി. എല്ലാവരുടെയും ചെങ്ങല അഴിഞ്ഞു വീണു. ഈ കയ്യിൽ നിന്ന് ചെങ്ങല അഴിഞ്ഞു വീണ ജയിൽ പുള്ളികൾ ഒരാള് പോലും, പ്രിസണേഴ്സ്, ഒറ്റ വ്യക്തികൾ പോലും ഇത് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാനും പാടാനും രാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലിൽ ഇരിക്കാനും ചിലര് തയ്യാറാകുമെങ്കിൽ ഇത് നിന്റെ വീട്ടിനകത്ത് സംഭവിക്കും, ഇത് നിന്റെ ദേശത്തിനകത്ത് സംഭവിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. സാഹചര്യം നോക്കണം, പ്രായം നോക്കണം, അവസ്ഥ നോക്കണം, മനോഭാവം നോക്കണം. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മകൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ? സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചു. എന്ന് വെച്ചാൽ തന്റെ ഭാര്യയുടെ അവസ്ഥ താൻ മനസ്സിലാക്കി. തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ അവസ്ഥ തനിക്ക് അറിയൂ. എങ്കിലും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്നുറച്ചു. സാറയെ, നീ ഇത് പ്രതീക്ഷിച്ചതാണോ? അബ്രഹാമേ, നീ ഇത് പ്രതീക്ഷിച്ചതാണോ? ലാസറിനെ കല്ലറയിൽ അടക്കിയതിന്റെ 4-ാം ദിവസം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം, യേശു കർത്താവ് ആ വീട്ടിൽ ചെന്നു.
യേശുവിനെ അവർ പ്രതീക്ഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ച സമയത്ത് യേശു ആ വീട്ടിൽ വന്നില്ല. പക്ഷേ ലാസർ മരിച്ച് കല്ലറയിൽ അടക്കി അതിൻ്റെ 4-ാം ദിവസം യേശു ആ വീട്ടിൽ വന്നപ്പോൾ ഇനി തൻ്റെ സഹോദരൻ ഒരു മടങ്ങി വരവുണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചതുമില്ല. ഒന്ന്, അവർ പ്രതീക്ഷിച്ച സമയത്ത് യേശു വന്നില്ല. 2, യേശു വന്നപ്പോൾ അവരൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. മാർത്ത വന്ന് കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സാരമില്ല, പുനരുദ്ധാന നാളിൽ ഞങ്ങളുടെ സഹോദരൻ ഉയർക്കും. ഇന്നലകളിൽ നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലൊരു അത്ഭുതം നടന്നേനെ. ഇപ്പം നീ ഞങ്ങളുടെ വീട്ടിലുണ്ട്, സാരമില്ല. നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നിന്നിൽ വിശ്വസിക്കുന്നവർ ഉയർത്തെഴുന്നേക്കുമെന്ന്. അന്ന് എൻ്റെ സഹോദരൻ ഉയർത്തോളും. പക്ഷെ യേശു അവളോട്, അവനെ വെച്ച സ്ഥലം എവിടെ? കാരണം മാർത്തയെ, ഇന്നലകളിൽ മാത്രമല്ല എൻ്റെ കരം പ്രവർത്തിക്കുന്നത്, നാളുകളിൽ മാത്രമല്ല, ഇന്ന്, ടുഡേ, നൗ the Lord want to do the miracle. ചരിത്രത്തിൽ ആദ്യമായി യേശു ക്രിസ്തുവിന് മുൻപ് ഒരുത്തൻ്റെ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി മരിച്ചവൻ 4-ാം ദിവസം എഴുന്നേറ്റ് നടന്നു. ഈ ചോദ്യം, ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ. ഇത് മാർത്ത പ്രതീക്ഷിച്ചോ? ഇത് മറിയ പ്രതീക്ഷിച്ചോ? ഇത് നാട്ടുകാരെ പ്രതീക്ഷിച്ചോ? ലാസർ ഉയർത്ത് 4-ാം നാൾ പുറത്തു വന്നു. ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. കല്ലറയിൽ അടക്കിയവൻ, ചെങ്ങല കൊണ്ട് കല്ലറ സീൽ ചെയ്തവൻ, റോമൻ പട്ടാളക്കാരെ കാവൽ നിർത്തിയ സാഹചര്യത്തിൽ ശിഷ്യന്മാർ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും പ്രസംഗം കേട്ടവർ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യത്തെ, ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യത്തെ ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടാകാൻ അവര് പ്രാർത്ഥിച്ചില്ല, ചെങ്ങല അഴിയാൻ അവര് പ്രാർത്ഥിച്ചില്ല, യാതൊരു കാര്യങ്ങളും അവർ പ്രാർത്ഥിച്ചില്ല. പക്ഷേ അവർ പാടി സ്തുതിച്ചപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരു ചലനം ജയിലിനകത്ത് നടന്നെങ്കിൽ, സാറയുടെ ഗർഭപാത്രം നിർജീവമായിരുന്നിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിട്ടും 100-ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാത്തൊരു തലമുറയെ കാണാൻ അബ്രഹാമിനെ ദൈവം സഹായിച്ചെങ്കിൽ, ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ്.